ഗുരുവായൂർ ക്ഷേത്രത്തില് ഒരു വയസ്സായ ഒരു വൃദ്ധൻ വന്നെത്തി. അദ്ദേഹം എങ്ങനെയാണ് വന്നിരിക്കുന്നത്? വളരെ കഷ്ടതകൾ സഹിച്ചുകൊണ്ട് ഭിക്ഷാടനം നടത്തിയിട്ടാണ് അദ്ദേഹം പൊന്നു ഗുരുവായൂരപ്പനെ നോക്ക് കാണാനായിട്ട് എത്തിയത്. അദ്ദേഹത്തിന് ആരും തന്നെയില്ല, മക്കളില്ല, ഭാര്യയില്ല, അദ്ദേഹം തനിച്ചായിരുന്നു. ഭഗവാൻ പൊന്നു ഗുരുവായൂരപ്പനെ കാണണം എന്നുള്ള അതിയായ ആഗ്രഹം കൊണ്ട് ഭിക്ഷാടനം നടത്തിയിട്ടാണ് അദ്ദേഹം വന്നെത്തിയിരിക്കുന്നത്. അദ്ദേഹം പത്മതീർത്ഥക്കുളത്തിൽ ഇറങ്ങിയിട്ട് കൈകാലുകൾ ശുദ്ധി വരുത്തി. അദ്ദേഹത്തിന്റെ വസ്ത്രധാരണം എന്നുള്ളത് മുഷിഞ്ഞ ജീർണ വസ്ത്രമാണ്. പിന്നെ തീർത്ഥക്കുളത്തിൽ ഇറങ്ങി കൈകാലുകൾ ശുദ്ധി വരുത്തിയിട്ട് വരി നിൽക്കുകയാണ്. ഭഗവാനെ കാണാനുള്ള ഒരു മോഹം, അടക്കാനാവാത്തൊരു മോഹമാണ് അദ്ദേഹത്തിന്. അപ്പൊ അദ്ദേഹം വരി നിൽക്കുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ ഈ വസ്ത്രധാരണം കണ്ടപ്പോൾ കാവൽക്കാര് അദ്ദേഹത്തെ ആട്ടിപ്പായിച്ചു. ഈ ഒരു വസ്ത്രധാരണത്തിൽ ഭഗവാനെ കാണാനായിട്ട് സാധിക്കില്ല. അങ്ങനെ അദ്ദേഹത്തിനെ ആട്ടിപ്പായിക്കുകയാണ്. അപ്പൊ അദ്ദേഹത്തിന് വളരെ സങ്കടം തോന്നി. കാരണം ഇത്രയും കഷ്ടതകൾ സഹിച്ചുകൊണ്ട് ഭഗവാന്റെ തിരുനടയിൽ എത്തിയിട്ട് ഭഗവാനെ ഒരു നോക്കി കാണാൻ സമ്മതിക്കുന്നില്ലല്ലോ. അങ്ങനെ അദ്ദേഹം ക്ഷേത്രം ചുറ്റും പ്രദക്ഷിണം വെച്ചിട്ട് നടപ്പന്തലിൽ വന്നിരിക്കുകയാണ്. അദ്ദേഹം സഹിച്ച കഷ്ടതകളും അദ്ദേഹത്തിന് ഭക്ഷണവുമില്ല, വെള്ളവുമില്ല. അദ്ദേഹം ഒരുപാട് കഷ്ടപ്പെട്ടുകൊണ്ടാണല്ലോ ഭഗവാനെ കാണാൻ വന്നിരിക്കുന്നത്. ആ ഒരു ക്ഷീണത്തിൽ അദ്ദേഹം ഇരുന്ന് ഉറങ്ങിപ്പോയി. അങ്ങനെ അദ്ദേഹം അവിടെ ഇരുന്നിട്ട് ഒന്ന് മയങ്ങിപ്പോയി. പെട്ടെന്ന് ഭയങ്കര ബഹളം കേൾക്കുന്ന സമയത്ത് എന്താണ്, ഭഗവാന്റെ ഉച്ചപൂജ പ്രസാദം കൊടുക്കുന്ന തിരക്കാണ്. അപ്പൊ അദ്ദേഹത്തിന് വിശപ്പ് സഹിക്കാൻ സാധിക്കുന്നില്ല. പൊന്നു ഗുരുവായൂരപ്പന്റെ ഒരു പിടി ഭക്ഷണം കഴിക്കാം, കാരണം അത്രയും ബുദ്ധിമുട്ടിയിട്ടാണല്ലോ അദ്ദേഹം വന്നിരിക്കുന്നത്. അങ്ങനെ അദ്ദേഹം വേഗം ഭഗവാന്റെ ആ ഒരു പ്രസാദം കഴിക്കാനായിട്ട് വരി നിൽക്കുന്ന സമയത്ത് കാവൽക്കാർ അദ്ദേഹത്തിന്റെ ഈ ഒരു വസ്ത്രധാരണം കണ്ടപ്പോൾ അദ്ദേഹത്തിന് അവിടേക്കും കടത്തി വിടുന്നില്ല. അവിടെ നിന്നും അദ്ദേഹത്തിന് ആട്ടിപ്പായിക്കുകയാണ്. കടകളിൽ നിന്ന് എന്തെങ്കിലും വാങ്ങിച്ച് കഴിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ കയ്യിൽ 1 രൂപ പോലും എടുക്കാനില്ല. അദ്ദേഹത്തിന് വിശപ്പും സങ്കടവും എല്ലാം സഹിക്കാൻ വയ്യാതെ അദ്ദേഹം വീണ്ടും നടപ്പന്തലിൽ വന്നിരുന്ന് ഭഗവാനോട് പരാതികൾ പറയുകയാണ്. ഭഗവാനെ, എല്ലാവരും എന്നോട് എന്താണ് ഇങ്ങനെ പെരുമാറുന്നത്? ഞാൻ ഒരുപാട് കഷ്ടതകൾ സഹിച്ചുകൊണ്ടാണ് അങ്ങയെ കാണാനുള്ള ഒരു മോഹം കൊണ്ട് ഓടിയെത്തിയത്. എന്നിട്ട് എവിടെ പോയാലും എനിക്ക് അവഗണന മാത്രമാണല്ലോ എന്ന് പറയുകയാണ് ഭഗവാന്റെ അടുത്ത്.